ഗൃഹാതുരത്വം വിളിച്ചോതി മോഹനന്റെ സംഗീതാലയം. പാട്ടും പറച്ചിലുമായി 4 പതിറ്റാണ്ടായി വട്ടംകുളത്ത് ആലയിൽ സജീവമാണ് മോഹനൻ. മോഹനന്റെ ആലയിലുണ്ട് സംഗീതാസ്വാദനത്തിന്റെ പഴയ പൊലിമ. 4 പതിറ്റാണ്ടായി എടപ്പാൾ വട്ടംകുളത്ത് പാട്ടും പറച്ചിലുമായി മോഹനൻ ആലയിൽ സജീവമാണ്. പഴയകാല റേഡിയോ ടേപ്പ് റെക്കോർഡർ എന്നിവ ഉപയോഗിച്ചാണ് ഇന്നും തീച്ചൂളയിൽ വെന്തുരുങ്ങുന്ന ഇരുമ്പിനോട് മല്ലിടുമ്പോൾ ആശ്വാസം കൊള്ളുന്നത്. 50 വർഷത്തിലേറെയായി പഴക്കമുള്ള റേഡിയോയും പഴയകാല ടേപ്പ് റെക്കോർഡറുകളും മോഹനന്റെ കൂട്ടാണ്. റേഡിയോ സമയം കഴിഞ്ഞാൽ 92 പുറത്തിറങ്ങിയ AFD സ്പീക്കറുള്ള ടാപ്പ് റെക്കോർഡറിൽ കാസറ്റ് ഇട്ട പാട്ട് വട്ടംകുളം അങ്ങാടിയിൽ കേൾക്കാം. ഒരുപാട് കാലമായിട്ട് കുട്ടിക്കാലം മുതലേ റേഡിയോയോട് താല്പര്യമുണ്ട്. റേഡിയോന്റെ പാട്ട് കേട്ടാണ് പലപ്പോഴും ഞാൻ വായിക്കാറടക്കം റേഡിയോന്റെ പാട്ട് കേട്ടാണ്. ഉറങ്ങുന്നത് വരെ റേഡിയോന്റെ പാട്ട് കേൾക്കും. റേഡിയോയിലെ പാട്ട് മാത്രമല്ല, വാർത്തകളും അതിലത്തെ റേഡിയോയിലത്തെ മലയാള നിലയങ്ങളിലുള്ള ഒട്ടുമിക്ക പരിപാടികളും, റേഡിയോ ഗ്രാമരംഗം, വയലും വീട്, അതുമാതിരി കാർഷിക രംഗം, പിന്നെ വാർത്തകൾ, എഴുത്തുപെട്ടി, അങ്ങനെ എല്ലാ പരിപാടികളും മിക്കവാറും കേൾക്കും. അങ്ങനെ റേഡിയോയിലെ പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം, പാട്ടിൻ്റെ താല്പര്യം, പിന്നെ പാട്ട് കൂടുതൽ കേൾക്കാനും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലുള്ള ഈ പാട്ട് കേൾക്കാവുന്ന ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. റെക്കോർഡ് പ്ലെയർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ടേപ്പ് റെക്കോർഡ് കുട്ടിക്കാലം മുതലേ ടേപ്പ് റെക്കോർഡിൻ്റെ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രായമായി, പിന്നെ അതൊക്കെ വാങ്ങിക്കാനുള്ള വരുമാനമൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയത്. ടേപ്പ് റെക്കോർഡുകൾ വാങ്ങിച്ചിരുന്നു, പുതിയ സെറ്റ് വാങ്ങിച്ചിരുന്നു ആദ്യമൊക്കെ. പിന്നെ പഴയ സെറ്റുകൾ ഇതുപോലെ സംഘടിപ്പിച്ച് തുടങ്ങി. അങ്ങനെ അതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കും, റിപ്പയർ ചെയ്യും. അതായത് അതിൻ്റെ ചില കേടുപാടുകളൊക്കെ തീർത്തിട്ട്, ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്തു കൊടുത്തിട്ട് അത് കേടുപാടുകളൊക്കെ തീർത്ത് പരമാവധി വർക്കിംഗ് കണ്ടീഷൻ ആക്കും. എന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യിക്കും. അങ്ങനെ മാറി മാറി സെറ്റുകളൊക്കെ വർക്ക് ചെയ്യിക്കും. അതുമാതിരി കാസറ്റുകൾ ഞാൻ പരമാവധി കാസറ്റുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കിട്ടാവുന്നിടത്തോളം കാസറ്റിൻ്റെ സെയില് അതൊക്കെ വ്യാപകമായിരുന്ന സമയത്ത് പരമാവധി കാസറ്റ് ഞങ്ങൾ വാങ്ങി വയ്ക്കും. അതുപോലെ പിന്നെ ആളുകൾ കാസറ്റ് ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉപേക്ഷിക്കുന്ന കാസറ്റുകൾ ഞാൻ ഇതുമാതിരി എടുത്തു വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കാസറ്റുകൾ ഒരു ശേഖരം തന്നെ ഇപ്പം എൻ്റെ അടുത്തുണ്ട്. എൻ്റെ വീട്ടിലാണ് കൂടുതലും. FM വരുന്നതിന് മുമ്പുള്ളതും AM ഉള്ളതുമായ റേഡിയോകൾ ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. 25 മേലെ ടാപ്പ് റെക്കോർഡറുകളും ഗ്രാമഫോൺ വീട്ടിൽ സൂക്ഷിച്ചതടക്കം ഇന്റർനാഷണൽ കമ്പനിയുടെ റേഡിയോ അടക്കം 30-ലധികം റേഡിയോ കയ്യിലുണ്ട്. മോഹനന്റെ പണിപ്പുരയിൽ അവിടെയും ഇവിടെയുമായി പല കമ്പനികളുടെ ടാപ്പ് റെക്കോർഡറുകളും റേഡിയോയും കാണാം. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. പുതിയ കാലഘട്ടത്തിലെ മ്യൂസിക് സിസ്റ്റങ്ങളും ഒഴിവാക്കാറില്ല. കാരണം സംഗീതമില്ലാതെ മോഹനന്റെ ഒരു ദിവസം പോലും ഉണ്ടാകില്ല. ഭാര്യ വനജ, മക്കൾ ജീഷ്മ, രേഷ്മ, വിഷ്ണുദേവ് എന്നിവരാണ്.